നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായി ജീവിച്ചു കാണിക്കാൻ പറഞ്ഞ വെല്ലുവിളിയാണ്. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ നമ്മുടെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെ ഒക്കെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ? നാളെ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വിശേഷമാണ്. വേറൊന്നുമല്ല, നമ്മുടെ രാധികാമനെ പൊളിച്ചടുക്കുവാണ് നമ്മുടെ ഗീതു. അത് മാത്രമല്ല, ഗോവിന്ദന്റെ മുറിയില് ഗീതു അങ്ങനെ ആധിപത്യം സ്ഥാപിക്കുവാണ്. ഇത് കണ്ടിട്ട് ഒന്നും ചെയ്യാനാവാതെ കാഴ്ചക്കാരെ പോലെ നിൽക്കാനായിട്ട് നമ്മുടെ വരുണിനും അതുപോലെ തന്നെ രാധികാമ്മയ്ക്ക് സാധിക്കുന്നുള്ളൂ. കോടതി ഉത്തരവല്ലേ, അതിനെതിരെ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിന്റെ അടിപൊളി വിശേഷങ്ങളും അത് കൂടാതെ നമ്മുടെ കിഷോർ വിളിച്ചിട്ട് നമ്മുടെ ഗീതുവിനോട് കുറെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗീതുവിന്റെ പ്രതികരണം അത് ഒന്നൊന്നര പ്രതികരണമായിരുന്നു. അതൊക്കെയാണ് നാളത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തായാലും നാളെ രാവിലെ വിശേഷം വരുമ്പോൾ ഞാൻ ഫുൾ വിശേഷം ഇടാട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങനെ നമ്മുടെ കോടതി ഉത്തരവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗീതു ഗോവിന്ദന്റെ മുറിയിലേക്ക് പോവാണ്. ഇത് കണ്ട് സഹിക്ക വയ്യാതെ നമ്മുടെ രാധികാമ്മയെ വരണം തടയുന്നുണ്ട്. ഈ സമയത്ത് ഗീതു എന്ത് ചെയ്യുക, കോടതി ഉത്തരവ് എടുത്ത് കാണിക്കുകയാണ്. നോക്ക്, കോടതി ഉത്തരവുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അതവിടെ ഒട്ടിക്കാൻ തുടങ്ങുന്നുണ്ട് കഥകേല്. ഇത് കണ്ടു കഴിഞ്ഞപ്പം രാധികാമ്മൻ വരുണും കൂടെ തടയുക. നീ ഒന്ന് ഒട്ടിച്ച് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗീത പറഞ്ഞു, അതേ തൊട്ട് കളിച്ചിട്ടുണ്ട വിവരം അറിയും. ഇപ്പൊ തന്നെ ഞാൻ ജഡ്ജിനെ വിളിച്ച് കാര്യങ്ങൾ പറയും. അറിയാലോ, കോടതി ഉത്തരവ് ലംഘിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി കളിച്ചിട്ട് കാര്യമില്ലെന്നാ ഒരു പിന്മാറുവാണ്. ഈ സമയത്തേക്ക് സർവ്വ സ്വാതന്ത്ര്യത്തോടും കൂടി നമ്മുടെ ഗീതു മുറിക്കകത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. കയറി കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറയുകയാണ്, ഓഹോ അപ്പൊ നീ രണ്ടും കൽപ്പിച്ചോണ്ടല്ലേ കാണിച്ചാലേ നിന്നെയാണ്. അല്ല, നീ എവിടെ കിടക്കാനാ നിന്റെ പ്ലാന്? ഞാൻ എവിടെ കിടക്കാനാ? ഞാൻ ബെഡേ കിടക്കും. ഞാൻ ഗോവിന്ദ് സാറിന്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ബെഡല്ലേ കിടക്കണ്ടേ? സാറിന്റെ ഒപ്പമല്ലേ കിടക്കണം? ആ ബൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. നീ വേണമെങ്കിലേ വേറെ നിലത്ത് വേണേ പോയി കിടന്നാൽ മതി. അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ തന്നെ കിടക്കുള്ളൂ പറയാം. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ നിലത്ത് കിടന്നോളാം, അപ്പൊ നിനക്ക് കുഴപ്പമില്ലെന്ന് പറയും. അതിപ്പോ അതെങ്ങനെ ശരിയാവും കണ്ണേട്ടാ? ഒന്നും അല്ലേലും ഞാൻ കണ്ണേട്ടന്റെ ഭാര്യയല്ലേ. ഞാൻ ഇത്രമാത്രം സ്നേഹിച്ച് കണ്ണേട്ടന്റെ അടുത്തേക്ക് വരുമ്പോ കണ്ണേട്ടൻ ഇങ്ങനെ എന്നോട് ചെയ്യുന്നേ? അതും ഞാൻ എൻ്റെ ഹൃദയത്തിൽ കണ്ണേട്ടൻ ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. കണ്ണേട്ടൻ എന്താ എൻ്റെ സ്ഥാനം അറിയാതെ പോകുന്നേ? കണ്ണേട്ടന്റെ മനസ്സ് ഞാനില്ലേ എന്നൊക്കെ ഗീതു പ്രണയാർദ്രമായിട്ട് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് മനസ്സിലായി ഇവള് തനിക്കിട്ട് പണി തരുന്നതാണ്. ഗോവിന്ദ് പറയാ, നിന്റെ അഭിനയമൊക്കെ പുറത്തു മതി, ഈ മുറിക്കകത്ത് വേണ്ട. എനിക്ക് മനസ്സിലായി നീ അഭിനയിക്കുന്നതാണ്. അഭിനയിക്കുന്നൊന്നും അല്ല കണ്ണേട്ടാ, ഇത് ഒറിജിനൽ ആയിട്ടുള്ള സ്നേഹമാണ്. ഞാൻ കണ്ണേട്ടനെ മനസ്സിലാക്കിയില്ലേ പിന്നെ ആരാ കണ്ണേട്ടനെ മനസ്സിലാക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആയി കഴിയുമ്പോൾ രേഖയോട് ഗീതു കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രേഖ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നത്, കോടതി നടന്ന്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിസ്തരിക്കുക. രാധികാമ്മയെ വരുണിന്റെ മുഖത്ത് കരിവാരി തേച്ചതൊക്കെ ഗീതു അങ്ങോട്ട് പറയുവാണ്. അത് മാത്രമല്ല, വ്യാജരേഖയുടെ കാര്യം ഇതറിഞ്ഞപ്പം രേഖ പറയുന്നത് എന്താണല്ലോ അവരെ കണ്ടുപിടിക്കണം ഗീതു. ആരാണെങ്കിലും ആ വ്യാജരേഖ ഉണ്ടാക്കിയത് ഒരു കാരണവശാലും ഗോവിന്ദനും ഗീതു തമ്മിൽ വേർപിരിയരുത്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കേണ്ടവരാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് പറഞ്ഞു ഗീതു പറഞ്ഞു, എനിക്കറിയാം, പക്ഷെ അത്ര പെട്ടെന്നൊന്നും അത് സാധ്യമാവും തോന്നുന്നില്ല രേഖേച്ചി. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഇല്ലാതാക്കാനായിട്ട് ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ടാണ് നമ്മുടെ അയ്യപ്പേട്ടൻ അങ്ങോട്ട് വരുന്നത്. അപ്പൊ അയ്യപ്പേട്ടനും കോടതി കിടന്ന് നടന്ന സംഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗീതു തകർത്ത് വാരി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യപ്പേട്ടന്റെ ആഗ്രഹം തന്നെയാണല്ലോ ഗീതുവും അതുപോലെ തന്നെ ഗോവിന്ദും ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളത്. അതിനുശേഷം രേഖയോട് പറയുന്നുണ്ട്, അത് രേഖേച്ചിക്ക് ഇപ്പം കഷ്ടകാല സമയമല്ലേ. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സ്വന്തം ഭർത്താവ് ഈ 2-3 വർഷമായിട്ട് രേഖേച്ചിനെ അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു ഭാര്യ എന്ന സ്ഥാനം തന്നിട്ടുണ്ടോ? അതൊന്നുമില്ല. അങ്ങനെയാണ് രേഖേച്ചി ഒരു കാര്യം ചെയ്യണം, കോടതിയെ കൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യാൻ. ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്താൽ ബാധിക്കാൻ വേറെ വക്കീലിനെ ആരെയും വിളിക്കണ്ട, ഞാൻ തന്നെ കേസ് ഫയൽ ചെയ്തോളെന്ന് പറയാ. ഇത് കേട്ടോണ്ടാ വരുണും രാധികാമ്മയും അങ്ങോട്ട് വരുന്നേ. ഇവരുടെ മുന്നിൽ വെച്ച് തന്നെയാ ഗീത് പറയുന്നത്. പിന്നെ ഇപ്പൊ കേസ് ഫയൽ ചെയ്യണേ എളുപ്പമുണ്ട്. ജഡ്ജ് എനിക്ക് വേണ്ടപ്പെട്ടയാളാ, ഞാൻ പറയുന്ന പോലെയോ ജഡ്ജി കേൾക്കുള്ളൂ. രേഖേച്ചിക്ക് അനുകൂലമായിട്ടൊരു നിലപാടോ ജഡ്ജി എടുക്കുള്ളൂ എന്ന് പറയാം. ഓഹോ, അപ്പൊ നീ അത് പോരാഞ്ഞിട്ട് നിന്റെ കേസ് പോരാഞ്ഞിട്ട് ഇനിയിപ്പൊ എന്നെയും കൂടെ കൊടുക്കാനുള്ള പ്ലാൻ അല്ലേടി എന്ന് വരുണി ചോദിക്കുകയാണ്. അതിപ്പോ അങ്ങനെ വരണേട്ടാ തോന്നുവാണെങ്കിൽ ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. രേഖയ്ക്ക് മനസ്സിലായി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വരുണനും രാധികാമ്മയ്ക്കും ഒരു ഇളക്കം തട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു ഗാർഹിക പീഡനം കൂടെ വേണം കൂട്ടിച്ചേർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. രേഖേനെ ഇവിടെ ഇട്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതിന്.
ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നതിന്റെ അടിപൊളി വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഷോർ പ്രോജക്ട് റിപ്പോർട്ടൊക്കെ ഗീതുവിന് മെയിൽ ചെയ്തായിരുന്നു. മെയിൽ ചെയ്ത് കഴിഞ്ഞപ്പം ഗീതു എന്ത് ചെയ്യുക, നേരെ സാന്ദ്രയ്ക്ക് അത് മെയിൽ ചെയ്യുവാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും അറിവ് നമ്മുടെ ഗീതുവിനില്ല. പക്ഷെ സാന്ദ്രയോട് ചോദിച്ചിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗീതു പഠിക്കുവാണ്. അത് വിജയലക്ഷ്മിയാണ് ഏർപ്പാടാക്കി കൊടുത്ത സാന്ദ്രനെ. അതെല്ലാം പഠിച്ചതിന് ശേഷം ഗീതു കിഷോറിനെ വിളിക്കുന്നുണ്ട്. കിഷോറിനെ വിളിച്ച് ആ പ്രോജക്റ്റ് റിപ്പോർട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ആദ്യം കോൾ എടുത്തപ്പോൾ തന്നെ കിഷോർ നമ്മുടെ ഗീതുവിനെ അവഗണിക്കുകയോ ചെയ്തേ. നിനക്ക് എന്തറിയാം, അല്ലേലും ഇതിനെക്കുറിച്ചൊക്കെ എന്തറിയാഞ്ഞിട്ടാ, ഇതിനൊക്കെ എക്സ്പീരിയൻസ് വേണം. ഈ സോഫ്റ്റ്വെയർ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഇതിന്റെ എക്സ്പീരിയൻസാ വേണ്ടതെന്ന് പറയാം. അതും ഇതുപോലെയുള്ള ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ. ഇത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു, എന്തൊരു എക്സ്പീരിയൻസിന്റെ കാര്യമാണ് കിഷോർ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. വേറൊരു എക്സ്പീരിയൻസിനും കാര്യമില്ല, ഫുഡ് ഡെലിവറി ചെയ്യുന്ന എക്സ്പീരിയൻസ് അല്ല ഇതിന് വേണ്ടത്, മനസ്സിലായല്ലോ. ഇത് കേട്ടപ്പോൾ തന്നെ ഗീതുവിന് അങ്ങോട്ട് ദേഷ്യം വന്നു. ഗീതു പറയാ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട് ഫോണിൽ കൂടെ. കിഷോറിന് അത് കേട്ടപ്പോൾ തൃപ്തിയായി. അല്ലേ തന്നെ അവരുടെ കിഷോറിനെ നല്ല ചീത്ത പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. ബോസിനോടൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ലെന്ന്. കിഷോർ കിട്ടിയ സമയം ഫോണിൽ കൂടെ നമ്മുടെ ഗീതുവിനെ ചീത്ത വിളിക്കുന്നുണ്ട്. ഇതിനുള്ള മറുപടി നാളെ നേരിട്ട് തന്നെ നമ്മുടെ ഗീതു കിഷോറിന് കൊടുക്കുന്നതായിരിക്കും. ഫോണിൽ കൂടെ കിഷോറിന് ചീത്ത പറയാൻ പറ്റുള്ളൂ, പക്ഷെ നേരിട്ട് കണ്ടു കഴിയുമ്പോഴത്തേനും ഗീതു കിഷോറിനെ പൊളിച്ചെടുക്കും. അപ്പം അതിൻ്റെ വിശേഷം കൂടെ നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മാത്രമല്ല വ്യാജരേഖ കേസിൽ രാധികാമ്മനെ അന്വേഷിച്ച് പോലീസ് നാളെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പം രാധികാമ്മയുടെ പ്രതികരണം എന്താക്കിയായിരിക്കും നമുക്ക് കണ്ടറിയാം. അതിനുവേണ്ടി എല്ലാവർക്കും കാത്തിരിക്കാം. അപ്പം എന്താണെങ്കിലും സൗണ്ടിൻ്റെ കാര്യമൊക്കെ സെറ്റായി വരുന്നുള്ളൂ. പനി ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പറഞ്ഞാൽ എന്തേലും തെറ്റു പറ്റിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.